ഫാദർ ടോം മുഴുനാളിനെ തട്ടിക്കൊണ്ടുപോയത് IS ഭീകരർ എന്ന കേന്ദ്ര സർക്കാരിന്റെ സ്ഥിരീകരണം. കേന്ദ്രമന്ത്രി സുഷമ സ്വരാജാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. മാർച്ച് 4-നാണ് ഫാദറിനെ യമനിൽ നിന്നും കാണാതായത്. ഫാദറിനെ സുരക്ഷിതമായി തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം തുടരുകയാണെന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വിവരങ്ങളുമായി സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, വിവരങ്ങൾ. സൗമ്യ, ഫാദർ ടോം ഉഴുന്നലിനെ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയതാണ് എന്ന് നേരത്തെ തന്നെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ആദ്യമായാണ് കേന്ദ്ര സർക്കാർ വിദേശകാര്യ മന്ത്രാലയം ഇത് സംബന്ധിച്ച സ്ഥിരീകരണം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് തന്നെയാണ് ട്വിറ്റർ വഴി ടോം ഉഴുന്നലിനെ IS തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയതാണ് എന്നുള്ള ഒരു സ്ഥിരീകരണം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇദ്ദേഹത്തെ ഫാദറിനെ ഈ തീവ്രവാദികളുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടുത്താനുള്ള എല്ലാവിധ ശ്രമങ്ങളും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നടത്തുന്നുണ്ട് എന്നും സുഷമ സ്വരാജ് വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ യമനിൽ ഇപ്പോൾ ഇന്ത്യൻ എംബസി പ്രവർത്തിക്കാത്തത് ഫാദറിനെ രക്ഷപ്പെടുത്തുന്നതിന് തടസ്സമാകില്ലെന്നും ജിബൂട്ടിയിൽ പ്രവർത്തിക്കുന്ന എംബസി വഴി അതിനുള്ള എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും സുഷമ സ്വരാജ് വ്യക്തമാക്കുകയുണ്ടായി. ഈ മാസം 4-ാം തീയതിയാണ് ഫാദർ ടോം ഉഴുന്നലിനെ കാണാതായത്. യമനിലെ മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ കോൺവെന്റ് ആക്രമിച്ച തീവ്രവാദികൾ അതേ ദിവസം തന്നെയാണ് ഫാദർ ടോം ഉഴുന്നലിനെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തത്. 4 സന്യാസിനിമാർ ഉൾപ്പെടെ 16 പേർ ഈ തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഫാദർ ടോം ഉഴുന്നലിനെ കാണാതായതിനു ശേഷം നിരവധി അഭ്യൂഹങ്ങൾ പ്രചരിക്കുകയും ചെയ്തിരുന്നു. വെള്ളിയാഴ്ച ദിവസം ഫാദറിനെ അദ്ദേഹത്തെ കുരിശിലേറ്റും തീവ്രവാദികൾ എന്നതുൾപ്പെടെയുള്ള അഭ്യൂഹങ്ങൾ നവമാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയും ചില മാധ്യമങ്ങളൊക്കെ തന്നെ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനുള്ള എല്ലാ സാധ്യതകളും തള്ളിക്കളഞ്ഞുകൊണ്ട് ടോം ഉഴുന്നൽ അദ്ദേഹം സുരക്ഷിതനാണ് എന്ന തരത്തിലുള്ള ഒരു സന്ദേശമാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കൂടുതൽ പ്രതീക്ഷ നൽകുന്നത് ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും ഊർജിതമായി വിദേശകാര്യ മന്ത്രാലയം തുടരുന്നുണ്ട് എന്നും സുഷമ സ്വരാജ് വ്യക്തമാക്കുകയുണ്ടായി. സൗമ്യ, സന്തോഷ്, പക്ഷേ ഈ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോഴും അതിന്റെ സാഹചര്യങ്ങൾ എത്രത്തോളം ദുർഘടമാകും? പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ യമന്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള ഒരു സഹായം അതൊക്കെ എങ്ങനെയാണ് ലഭ്യമാക്കാനാവുക? സൗമ്യ, യമനിൽ നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള ആഭ്യന്തര കലാപങ്ങൾ, ആഭ്യന്തര സംഘർഷമുണ്ടായ സാഹചര്യത്തിൽ തന്നെ യമനിലുള്ള ഇന്ത്യക്കാരെ എല്ലാം തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ശ്രമം വിദേശകാര്യ മന്ത്രാലയം നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി മലയാളി നേഴ്സുമാർ ഉൾപ്പെടെയുള്ള നിരവധി പേരെ തിരിച്ച് എത്തിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ത്യക്കാരോട് യമനിൽ നിന്നും ഉടൻ രാജ്യത്തേക്ക് മടങ്ങണമെന്ന നിർദ്ദേശവും വിദേശകാര്യ മന്ത്രാലയം നൽകിയിരുന്നു. ഇതിനുശേഷമാണ് യമനിൽ പ്രവർത്തിക്കുന്ന എംബസി ഉൾപ്പെടെ അടച്ചുപൂട്ടേണ്ടുന്ന ഒരു സ്ഥിതിവിശേഷം നിലവിലുണ്ടായിരുന്നു. അത്രയും അധികം അവിടെ തീവ്രവാദി ആക്രമണങ്ങളും അതോടൊപ്പം തന്നെ ആഭ്യന്തര കലഹവും ഈ ഒരു സ്ഥിതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എംബസി ഇല്ലാത്ത സ്ഥിതിയും അതോടൊപ്പം തന്നെ പ്രാദേശിക ഭരണകൂടത്തിന്റെ നിസ്സഹകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഒരു തടസ്സമായി തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എങ്കിൽ കൂടിയും വിദേശകാര്യ മന്ത്രാലയം എല്ലാ തരത്തിലുള്ള ശ്രമവും ഫാദർ ടോം ഉഴുന്നലിനെ രക്ഷപ്പെടുത്താനായുള്ള എല്ലാ തരത്തിലുള്ള ശ്രമവും നടത്തുന്നുണ്ട് എന്ന് ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നതുകൊണ്ട് തന്നെ ഒരു പ്രതീക്ഷ സ്വാഭാവികമായി ഇപ്പോൾ ജനിച്ചിട്ടുണ്ട്. നേരത്തെ ഉള്ള ഒരു അനിശ്ചിതാവസ്ഥ വിദേശകാര്യ മന്ത്രാലയം ഇത് സംബന്ധിച്ച് കൃത്യമായ സ്ഥിരീകരണങ്ങൾ ഒന്നും തന്നെ നൽകിയിരുന്നില്ല. ഫാദർ ടോം ഉഴുന്നലിനെ തട്ടിക്കൊണ്ടുപോയതിനെ സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇത് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയതാണ് എന്നുള്ള അഭ്യൂഹങ്ങൾ മാത്രമായിരുന്നു പ്രചരിച്ചിരുന്നത്. ഏതായാലും ഇപ്പോൾ 2 കാര്യങ്ങൾ വ്യക്തമാകുന്നത്: ഒന്ന്, അദ്ദേഹം സുരക്ഷിതനായി ഇരിക്കുന്നുണ്ട് എന്നുള്ള വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സ്ഥിരീകരണമാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഈ ദുഃഖവെള്ളി ദിനത്തിൽ ആപത്ത് സംഭവിക്കും എന്ന തരത്തിലുള്ള വ്യാജ വാർത്തകൾ ഉണ്ടായിരുന്നു. അത് തെറ്റാണെന്നും തെളിഞ്ഞിരിക്കുന്നു. ഏതായാലും രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമായി വിദേശകാര്യ മന്ത്രാലയം നടത്തുന്നു എന്നുള്ളത് ആശാവഹം തന്നെയാണ്. സൗമ്യ, അതോടൊപ്പം തന്നെ സന്തോഷ്, നമുക്കറിയാം പ്രത്യേകിച്ച് IS-മായി ബന്ധപ്പെട്ടുള്ള ഭീകരത ഇതിനോടകം തന്നെ പല ഘട്ടങ്ങളിലും വ്യക്തമായിട്ടുള്ളതാണ് ലോകത്തിന് മുന്നിൽ. അവർ തന്നെ അത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇപ്പോൾ യമനിൽ പ്രത്യേകിച്ച് ഇങ്ങനെ പ്രശ്നങ്ങളുള്ള പല ഭാഗങ്ങളുമുണ്ട്. എവിടെയാണ് ഉള്ളത് എന്ന തരത്തിൽ അറിയാനായിട്ടുണ്ടോ? പ്രത്യേകിച്ച് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താം എന്നുള്ള ഒരു പ്രതീക്ഷ പറയുന്നത് കൊണ്ട് അത്തരത്തിൽ സുരക്ഷിതനാണ് എന്ന് എത്രത്തോളം ഉറപ്പുവരുത്തിയിട്ടുണ്ട്?
സൗമ്യ, അദ്ദേഹത്തെ എവിടെയാണ് പാർപ്പിച്ചിരിക്കുന്നത്, തടങ്കലിൽ വെച്ചിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച ഒരു തരത്തിലുള്ള വ്യക്തതയും വിദേശകാര്യ മന്ത്രാലയം വരുത്തിയിട്ടില്ല. പക്ഷേ സ്വാഭാവികമായും ഇത്തരത്തിൽ ഔദ്യോഗികമായ ഒരു വിശദീകരണം നൽകണമെങ്കിൽ ഇതിനെ സംബന്ധിച്ച സൂചനകൾ ലഭിച്ചിട്ടുണ്ടാകണം എന്ന് തന്നെയാണ് കരുതുന്നത്. പ്രത്യേകിച്ചും വിദേശകാര്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ലഭിക്കണമെങ്കിൽ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ചില സൂചനകൾ വിദേശകാര്യ മന്ത്രാലയത്തിന് ലഭിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ വിശദീകരണത്തിലേക്ക് കടക്കാറില്ല. നേരത്തെയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായപ്പോഴും ഈ തീവ്രവാദികൾ ഈ തട്ടിക്കൊണ്ടുപോയവരെവിടെ പാർപ്പിച്ചിരിക്കുന്നു തുടങ്ങിയ വിശദീകരണങ്ങളൊന്നും തന്നെ വിദേശകാര്യ മന്ത്രാലയം നടത്താറില്ല. എങ്കിൽ കൂടിയും ഈ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമാണെന്നും തീവ്രവാദികളുടെ പിടിയിലുണ്ട് എന്നുമുള്ള ഈ ഒരു വിശദീകരണം ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം നൽകിയിരിക്കുന്നത് തന്നെ അദ്ദേഹം എവിടെയുണ്ട് എന്നതിനെ സംബന്ധിച്ച ചില സൂചനകൾ വിദേശകാര്യ മന്ത്രാലയത്തിന് ലഭിച്ചതുവഴിയാകണം എന്ന് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. സൗമ്യ. എം സന്തോഷാണ് ആ വിവരങ്ങൾ നൽകിയത്. മാർച്ച് 4-ന് കാണാതായ ഫാദറിനെ IS തടവിലാണ് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഫാദർ ടോം ഉഴുന്നാലിനെ തട്ടിക്കൊണ്ടുപോയത് IS ഭീകരർ എന്ന് കേന്ദ്ര സർക്കാർ തന്നെയാണ് ഇപ്പോൾ സ്ഥിരീകരണം നടത്തിയിരിക്കുന്നത്. കേന്ദ്രമന്ത്രി സുഷമ സ്വരാജാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. മാർച്ച് 4-ന് യമനിൽ വെച്ച് ഫാദറിനെ കാണാതാവുകയായിരുന്നു. സുരക്ഷിതമായി തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം തുടരുകയാണ് എന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം സുരക്ഷിതനായാണ് ഉള്ളത്. അപായം സംഭവിച്ചു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണ് എന്നുകൂടി കേന്ദ്ര സർക്കാരിൻ്റെ ഈ വിശദീകരണത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തെ സുരക്ഷിതനായി മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുള്ളതായും കേന്ദ്ര സർക്കാർ സ്ഥിരീകരിക്കുന്നുണ്ട്. ഒരുപക്ഷെ കാര്യങ്ങൾ എവിടെയാണ് അദ്ദേഹം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനിയും വ്യക്തമായിട്ടില്ല. എവിടെയാണ് അദ്ദേഹത്തെ തടങ്കലിലാക്കിയിട്ടുള്ളത് എന്ന കാര്യത്തിലൊന്നും വ്യക്തതയില്ല. എങ്കിൽ കൂടിയും അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് ആ തരത്തിലുള്ള നീക്കം തന്നെയാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് യമനിൽ തുടർച്ചയായി ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് വൈദികനെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. മാർച്ച് 4-നാണ് ഫാദറിനെ യമനിൽ നിന്ന് കാണാതായത്. ഹൈദരാബാദ് സർവകലാശാലയിൽ വിദ്യാർത്ഥി പ്രതിഷേധം രൂക്ഷമാകുന്നു. കൂടുതൽ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യുമെന്നാണ് പോലീസിന്റെ നിലപാട് കടുപ്പിച്ച VC അപ്പാറാവു, യെച്ചൂരി രാഷ്ട്രപതിയെ കണ്ടു. കൂടുതൽ വിവരങ്ങളുമായി മനു ശങ്കർ ചേർന്നുണ്ട്. മനു, രാഷ്ട്രപതിയെ കണ്ടതിൽ നിന്നും എന്തെങ്കിലും ഉറപ്പുകൾ രാഷ്ട്രപതി നൽകിയിട്ടുണ്ടോ? ഒപ്പം തന്നെ ഇപ്പോൾ നിലവിൽ VC നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള കുട്ടികളെ ആക്രമിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പുറത്തു വന്നതാണ്. ആ ഒരു നടപടിയിലൊക്കെ പ്രതിഷേധം എത്രത്തോളം ശക്തമാണ്? വിവരങ്ങൾ. സൗമ്യ, നിലവിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിന് അനുകൂലമായൊരു നിലപാട് ഇപ്പോൾ തെലങ്കാന സർക്കാരും കൈക്കൊള്ളുന്നു എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ഇതിൽ തന്നെ അപ്പാറാവുവിനെ നിലവിൽ ഇപ്പോൾ VC സ്ഥാനത്ത് തുടരാൻ അനുവദിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് ഹൈദരാബാദ് സർവകലാശാലയിൽ വഴിവെക്കുമെന്നും വിദ്യാർത്ഥികളുടെ ഭാവി ജീവിതം പോലും തുലാസിലാക്കപ്പെടുകയാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തെലങ്കാന സർക്കാർ ചീഫ് സെക്രട്ടറി തന്നെ ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് രാഷ്ട്രപതിക്ക് കത്തയക്കാനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയതായുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. നിലവിൽ അപ്പാറാവുവിനെ സ്ഥാനത്ത് നിന്ന് VCയുടെ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന ഒരു നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർ മുന്നോട്ട് സർക്കാരിന് നൽകിയിരിക്കുന്ന ഉപദേശം എന്നാണ് അറിയുന്നത്. നിലവിൽ എന്നാൽ MP-മാരുടെ അടക്കം ബന്ദാരു ദത്താത്രേയ അടക്കമുള്ളവരുടെ കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വരുന്നുണ്ട് സംസ്ഥാന സർക്കാരിന് എന്ന ഒരു നിർദ്ദേശവും ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ തെലങ്കാന സർക്കാരും ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്നാണ് അറിയുന്നത്. നിലവിൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി രാഷ്ട്രപതി പ്രണബ് മുഖർജിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിലടക്കം രോഹിത് വെമുലയുടെ മരണത്തിന് ഉത്തരവാദിയായ VCയെ പുറത്താക്കണമെന്നും ഇതിൽ നിന്ന് കേന്ദ്ര സർക്കാരിന് ഒഴിഞ്ഞു മാറാനാകില്ലെന്നും കേന്ദ്ര മാനവോപശേഷി മന്ത്രാലയം ഹിന്ദു വികസന മന്ത്രാലയം അല്ല എന്നുള്ള കാര്യം ഓർക്കണമെന്നും യെച്ചൂരി ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു നിലപാട് ഇതുവരെ തെലങ്കാന സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല. നിലവിൽ മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിലേക്കുള്ള വെള്ളവും വൈദ്യുതിയും ഇന്റർനെറ്റും മറ്റും വിച്ഛേദിച്ച നടപടി ചോദ്യം ചെയ്തുകൊണ്ട് നോട്ടീസ് അയച്ചിരുന്നു. ഈ നോട്ടീസിന് ഇതുവരെ VC അപ്പാറാവു മറുപടി നൽകിയിട്ടില്ല. തെലങ്കാന സർക്കാർ നൽകിയ മറുപടിയിലാകട്ടെ തങ്ങളുടെ യാതൊരു അറിവോടെയുമല്ല ഈ സർവകലാശാലയിൽ അരങ്ങേറിയ സംഭവങ്ങൾ എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ പോലീസ് നടത്തിയ തേർവാഴ്ചയെക്കുറിച്ചോ പോലീസ് നടത്തിയ നടപടിക്രമങ്ങളെക്കുറിച്ചോ അതിക്രമങ്ങളെക്കുറിച്ചോ തെലങ്കാന സർക്കാർ നോട്ടീസ് മറുപടി നൽകുമ്പോൾ വ്യക്തമാക്കിയിട്ടില്ല എന്ന കാര്യവും ശ്രദ്ധേയമാണ്. നിലവിൽ തെലങ്കാന സർക്കാർ VCയെ പുറത്താക്കണം എന്നൊരു നിലപാട് സ്വീകരിച്ചേക്കുമെന്ന സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. സൗമ്യ.
മനു, സ്വാഭാവികമായും ഇവിടെ ഏറ്റവും പ്രധാന ആവശ്യമെന്ന് പറയുന്നത് VC-യെ മാറ്റുക എന്നത് തന്നെയാണ്. VC അങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ ഉണ്ടാവാവുന്ന ഭവിഷ്യത്തുകളെ എടുത്തു പറയുന്നുണ്ട് വിദ്യാർത്ഥികൾ. ഇന്നിപ്പോൾ ഒരുപക്ഷെ രാഷ്ട്രപതിയോട് സംസാരിച്ചപ്പോൾ യെച്ചൂരി ആയാലും പറഞ്ഞത് ഇക്കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് ഈ വിഷയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചർച്ചയോ ആ വിധത്തിൽ എന്തെങ്കിലും ഒരു നീക്കത്തിന് സാധ്യതയുണ്ടോ, പ്രത്യേകിച്ച് രാഷ്ട്രപതി കൂടി ഇടപെടുകയാണെങ്കിൽ? നിലവിൽ അപ്പാ റാവു 2 മാസത്തെ അവധിക്ക് ശേഷം വീണ്ടും ജോലിയിൽ പ്രവേശിച്ചത് പോലും കേന്ദ്ര സർക്കാരിന്റെ ഒത്താശയോടെ ആയിരുന്നു എന്ന് തന്നെയാണ് വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ ആരോപിക്കുന്നത്. ഇത് സ്ഥിരീകരിക്കുന്ന ചില രേഖകളും ഇപ്പോൾ മാധ്യമങ്ങൾ മുമ്പാകെ ലഭിച്ചു വരികയാണ്. നിലവിൽ 8:30 തന്നെ സർവകലാശാലയിൽ എത്തിച്ചേരുമെന്നും MP-മാരെ അടക്കം ഇക്കാര്യം അറിയിക്കണമെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അപ്പാ റാവു തന്നെ നൽകിയിരുന്ന ഒരു നോട്ടീസ് ഇപ്പോൾ വിദ്യാർത്ഥികൾ അല്പസമയങ്ങൾക്കകം പുറത്തു വിടും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ കേന്ദ്ര സർക്കാരും VC-യുടെ അപ്പാ റാവുവും തമ്മിലുള്ള വലിയ രീതിയിലുള്ള അടുപ്പത്തിന്റെ കൂടുതൽ രേഖകൾ വ്യക്തമായേക്കുമെന്നാണ് അറിയുന്നത്. നിലവിൽ ഇക്കാര്യത്തിൽ VC പുറത്താകണമെന്നോ എന്നോ സംബന്ധിച്ചുള്ള യാതൊരു കാര്യങ്ങളും ഇതുവരെ കേന്ദ്ര സർക്കാർ നിലപാട് സ്വീകരിച്ചിട്ടുമില്ല. നിലവിൽ VC ഇക്കാര്യത്തിൽ വിദ്യാർത്ഥികൾക്കെതിരെ കടുത്ത നിലപാടുകൾ തുടരുന്ന പശ്ചാത്തലത്തിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ നോട്ടീസ് ലഭിച്ച ഒരു പശ്ചാത്തലത്തിൽ ഹോസ്റ്റലിലേക്കുള്ള വെള്ളവും വൈദ്യുതിയും മറ്റും ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. നിലവിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനാണ് സർവകലാശാലയിൽ വിദ്യാർത്ഥി പ്രതിഷേധം രൂക്ഷമാകുന്നത്. വിവിധ വിദ്യാർത്ഥി സംഘടനകൾ ഇതിന് പിന്തുണ പ്രഖ്യാപിക്കുകയും വേറെ തലങ്ങളിൽ നിന്ന് പോലും സർവകലാശാല വിദ്യാർത്ഥികൾ പോലും ഇതിന് പിന്തുണ പ്രഖ്യാപിച്ച് ക്യാമ്പസിൽ എത്തുമെന്ന് അറിയിച്ചെങ്കിലും പുറമേ നിന്നുള്ള ആരെയും സർവകലാശാലയിൽ പ്രവേശിപ്പിക്കില്ല എന്നൊരു നിലപാടാണ് VC സ്വീകരിച്ചിരിക്കുന്നത്. 51 വിദ്യാർത്ഥികളെ നിലവിൽ ക്യാൻറ്റീൻ അടച്ചുപൂട്ടിയതിന്റെ പേരിൽ പുറത്ത് ഭക്ഷണം പാകം ചെയ്തതിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിൽ തന്നെ ഒരു വിദ്യാർത്ഥിയുടെ നില പോലീസ് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും അപകട നില തരണം ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പോൾ പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ 27 വിദ്യാർത്ഥികൾ, 9 മലയാളികളടക്കം 27 വിദ്യാർത്ഥികൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുമാണ്. ഇവരുടെ ജാമ്യ ഹർജി നാളെ പരിഗണിക്കുകയും ചെയ്യും. സൗമ്യ. മനോജ് ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ഹൈദരാബാദ് ലിബിയയിലെ മിസൈൽ ആക്രമണത്തിൽ മലയാളികൾ കൊല്ലപ്പെട്ടു. കോട്ടയം സ്വദേശികളായ അമ്മയും കുഞ്ഞുമാണ് കൊല്ലപ്പെട്ടത്. വെളിയന്നൂർ തുളസി ഭവനിൽ വിപിന്റെ ഭാര്യ സുനുവും മകനുമാണ് മരിച്ചത്. കൂടുതൽ പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, വിശദാംശങ്ങൾ. സൗമ്യ, ലിബിയയിലെ ആഭ്യന്തര പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്നലെ ഉണ്ടായിട്ടുള്ള മിസൈൽ ആക്രമണത്തിലാണ് കോട്ടയം വെളിയന്നൂർ സ്വദേശികളായ അമ്മയും കുഞ്ഞും കൊല്ലപ്പെട്ടത്. വെളിയന്നൂർ തുളസി ഭവനിൽ സുനുവും മകൻ പ്രണവുമാണ് വീടിന് ഉറങ്ങിക്കിടക്കുമ്പോൾ മുറിയിൽ മിസൈൽ പതിക്കുകയായിരുന്നു. ഇന്നലെ വൈകിട്ട് 7:30 ഇന്ത്യൻ സമയം 7:30 അപകടം. രണ്ടുപേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചതായിട്ടാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. മാത്രമല്ല, ഭർത്താവ് വിപിൻ വീടിന് പുറത്തായിരുന്നതിനാൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടത് അതായത് സർക്കാർ, അവിടുത്തെ ലിബിയയിലെ സർക്കാർ ആശുപത്രിയിലെ നഴ്സാണ് വിപിനും അതുപോലെ തന്നെ ഭാര്യ സുനുവും. വിപിനും കഴിഞ്ഞ 3 വർഷമായി ലിബിയയിലാണ് താമസം. 2012 വിവാഹത്തിന് ശേഷം ലിബിയയിലെത്തിയ ഇവർ പിന്നീട് നാട്ടിലെത്തിയിട്ടില്ല. ലിബിയയിലെ ആഭ്യന്തര പ്രശ്നങ്ങളുടെ എല്ലാം തന്നെ തുടർന്ന് അടുത്ത മാസം പകുതിയോടെ ജോലി അവസാനിപ്പിച്ച് നാട്ടിലെത്താൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. ഇവരും രേഖകളും ജോലി ചെയ്ത പണവും ലഭിക്കാതെ വന്നതിലാണ് യാത്ര നീട്ടാൻ ഇടയാക്കിയത്. ഏതായാലും ലിബിയയിലെ സബരീത്ത ആശുപത്രി നഴ്സാണ് വിപിനും മരിച്ച സുനുവിന്റെയും മകന്റെയും മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ആഭ്യന്തര പ്രശ്നങ്ങളുടെ ഭാഗമായി ചില വഴികൾ അടച്ചതിനാൽ ഇവരുടെ കുടുംബത്തെ അറിയുന്നവർക്ക് നേരിട്ടെത്തി നടപടിയിലിടാൻ താമസം നേരിടുന്നുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ആശുപത്രിയുടെ ഉടമസ്ഥയിലുള്ള 4 നില ഫ്ളാറ്റിൽ മറ്റു രാജ്യക്കാരായ ചിലരും മരിച്ചതായിട്ടാണ് സുനിലിന്റെ സുഹൃത്തുക്കൾ ഇപ്പോൾ നാട്ടിൽ ലഭിച്ചിട്ടുള്ള വിവരം. ഇപ്പോഴും ആ ഭാഗത്ത് വെടിവെച്ചുകൾ നിലച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. പ്രശാന്ത്, ലിബിയയിലെ സ്ഥിരം പ്രശ്നബാധിത മേഖലയാണോ ഇത്? ഒരുപക്ഷെ സുരക്ഷ സംബന്ധിച്ച നേരത്തെയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു മേഖലയാണോ? ഈ ഭാഗത്ത് ലിബിയയിലെ ആഭ്യന്തര സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ മേഖലയിൽ സബ്സാഹയിലടക്കം തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്നാലും വലിയ തോതിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നില്ല. എന്നാൽ പൊടുന്നനെയായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. മാത്രമല്ല, അവിടുത്തെ സർക്കാർ ആശുപത്രിയിൽ നഴ്സായിരുന്ന ഇരുവരും മറ്റ് രേഖകളൊന്നും കിട്ടാത്തതിനാൽ ഇവർക്ക് നാട്ടിലേക്ക്, ഈ ലിബിയയുടെ ആഭ്യന്തര പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ നാട്ടിലേക്ക് മടങ്ങുമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഇവരുടെ പണവും മറ്റും ലഭിക്കാത്തതിൽ മാത്രമേ ഇവർ അവിടെ തുടരുകയായിരുന്നു. അത്തരത്തിൽ നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ, പൗരന്മാരും എല്ലാം തന്നെ ആ ഭാഗത്തുണ്ട്. അവിടെയൊന്നും പ്രശ്നങ്ങൾ അത്ര കലുഷിതമായിരുന്നില്ല. എന്നാൽ പൊടുന്നനുണ്ടായിട്ടുള്ള ഈ ആക്രമണത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ദാരുണമായിട്ടുള്ള അന്ത്യം അമ്മയും കുഞ്ഞിനും എല്ലാം തന്നെ സംഭവിച്ചിരിക്കുന്നത്. TP പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്.
CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് AKG സെന്ററിൽ ചേരും. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് തീരുമാനമാകാത്ത മണ്ഡലങ്ങളിൽ അന്തിമ തീരുമാനം ഇന്നുണ്ടായേക്കും. ജില്ലാ കമ്മിറ്റികളും സെക്രട്ടേറിയറ്റുകളും പരിശോധിച്ച ശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് സമർപ്പിച്ച പട്ടികയാണ് ഇന്ന് പരിശോധിക്കുക. CPIM മത്സരിക്കുന്ന ഭൂരിപക്ഷം മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് തീരുമാനമായിരുന്നു. ഇടവേള. സ്ഥാനാർത്ഥി നിർണയം കീറാമുട്ടിയായിരിക്കെ ഉമ്മൻചാണ്ടി, സുധീരൻ, ചെന്നിത്തല കൂടിക്കാഴ്ച തിരുവനന്തപുരത്ത് നടക്കുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ചർച്ചാ വിഷയം. കൂടുതൽ വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, വലിയ തർക്കങ്ങൾ ഇവർക്കിടയിൽ തന്നെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആണ് ഈ ചർച്ച നടക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ എന്തായിരിക്കും സംസാരിക്കുക? കാര്യങ്ങൾ എങ്ങനെയായിരിക്കും? വിവരങ്ങൾ. സൗമ്യ, രാവിലെ 10 മണിയോട് കൂടിയാണ് KPCC ആസ്ഥാനത്ത് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ KPCC അധ്യക്ഷൻ PM സുധീരനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായിട്ടുള്ള കൂടിക്കാഴ്ച ആരംഭിച്ചിട്ടുള്ളത്. പ്രധാനമായും അതാത് ജില്ലാ കോൺഗ്രസ് നേതൃത്വങ്ങൾ നൽകിയിട്ടുള്ള ലിസ്റ്റ്, അതിൽ ആ ലിസ്റ്റ് നേരത്തെ തന്നെ ഹൈക്കമാൻഡിന് കൈമാറിയിരുന്നു. ഇതിൽ ഓരോ മണ്ഡലങ്ങളിലും 5 സ്ഥാനാർത്ഥികളുടെ പേരുകളാണ് ഉൾപ്പെട്ടിരുന്നത്. ഇത് ഈ സ്ഥാനാർത്ഥി പട്ടിക ചുരുക്കുക എന്നുള്ളത് തന്നെയാണ് ഈ കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യം. ഇതിൽ 3 പേരിലേക്ക് ചുരുക്കുക എന്നുള്ളതാണ്. ഓരോ മണ്ഡലത്തിലും 3 പേരിലേക്ക് ചുരുക്കുക എന്നുള്ളതാണ് പ്രധാന അജണ്ട. മറ്റൊന്ന്, ഒരു പേര് മാത്രം നിർദ്ദേശിക്കാവുന്ന മണ്ഡലങ്ങളിൽ അത് അന്തിമ രൂപം നൽകുക എന്നുള്ളതും ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയിൽ പ്രധാന ഉദ്ദേശമാണ്. ഇതിനുശേഷം ഇതിലൊരു അന്തിമ ധാരണയാവുക വൈകിട്ട് ചേരുന്ന KPCCയുടെ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലാകും ഈ പട്ടിക അവർ വെക്കുക. അതിന് ശേഷം മാത്രമാകും പട്ടികയ്ക്ക് ഒരു അന്തിമ രൂപം ഉണ്ടാവുക. ഏതായാലും യോഗം ഇപ്പോഴും തുടരുകയാണ്. ഇതിനുശേഷം ഉഭയകക്ഷി ചർച്ചകളും UDFന്റെ ഉഭയകക്ഷി ചർച്ചകളും നടക്കും. ക്ലിഫ് ഹൗസിലാകും ഉഭയകക്ഷി ചർച്ചകൾ നടക്കുക. പ്രധാനമായും JDUവുമായും അതോടൊപ്പം തന്നെ RSPയുമായിട്ടാണ് ഇന്നത്തെ ഉഭയകക്ഷി ചർച്ചകൾ നടക്കുക. ഈ 2 ഘടകകക്ഷികളുമായി സമവായത്തിൽ ഇന്ന് തന്നെ എത്തിച്ചേരും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം ഇതിനുശേഷം ഈ ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയാക്കിയതിനു ശേഷം തിങ്കളാഴ്ചയോടുകൂടി നേതാക്കൾ ദില്ലിക്ക് പോകും. ദില്ലിക്ക് പോയി ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയിലാകും UDFന്റെ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ചൊരു അന്തിമ ധാരണയുണ്ടാവുക. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. നിയമസഭാ മണ്ഡലങ്ങളിലൂടെ മലയോര മണ്ഡലമായ കാഞ്ഞിരപ്പള്ളിയിൽ കാർഷിക മേഖലയുടെ തകർച്ചയാണ് പ്രധാന ചർച്ചാ വിഷയം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയങ്ങൾ കാർഷിക മേഖലയിൽ സൃഷ്ടിക്കുന്ന പ്രതിസന്ധിയാണ് ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ഉയർത്തിക്കാട്ടുന്നത്. അതേസമയം വികസന നേട്ടങ്ങൾ ഉയർത്തിയാണ് UDF പ്രചാരണം. BJPക്ക് ഈ മണ്ഡലത്തിൽ 30,000 വോട്ടുകൾ ഉണ്ടെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വോട്ടുകൾ ചോരുന്ന സ്ഥിതിയാണ് ഉള്ളത്. കോട്ടയം ജില്ലയിലെ മലയോര മണ്ഡലമാണ് കാഞ്ഞിരപ്പള്ളി. റബ്ബർ കർഷകർ ഏറെയുള്ള ഈ മണ്ഡലത്തിൽ വികസനത്തോടൊപ്പം കാർഷിക വിഷയങ്ങളും ചർച്ചയാണ്. വാഴൂർ എന്നറിയപ്പെട്ടിരുന്ന മണ്ഡലം 2011 കാഞ്ഞിരപ്പള്ളി എന്ന പേര് മാറിയെത്തിയത്. പഴയ വാഴൂർ മണ്ഡലത്തിലെ കറുകച്ചാൽ, നെടുങ്കുന്നം, കങ്ങഴ, വാഴൂർ, വെള്ളാവൂർ, ചിറക്കക്കടവ് പഞ്ചായത്തുകളും പഴയ കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലെ കാഞ്ഞിരപ്പള്ളി, മണിമല പഞ്ചായത്തുകളും പുതുപ്പള്ളി മണ്ഡലത്തിന്റെ ഭാഗമായിരുന്ന പള്ളിക്കത്തോട് പഞ്ചായത്തും ഉൾപ്പെടുന്നതാണ് പുതിയ കാഞ്ഞിരപ്പള്ളി മണ്ഡലം. കേരള കോൺഗ്രസ് എം നേതാവും സിറ്റിംഗ് MLAയുമായ ഡോക്ടർ N ജയരാജ് ഇക്കുറിയും UDF സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. കാഞ്ഞിരപ്പള്ളി കോടതി സമുച്ചയം, പൊൻകുന്നം മിനി സിവിൽ സ്റ്റേഷൻ, മണിമല മേജർ കുടിവെള്ള പദ്ധതി എന്നിവ പ്രധാന നേട്ടങ്ങളായി UDF ഉയർത്തിക്കാട്ടുന്നു. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് യാഥാർത്ഥ്യമാകാത്തതും മണിമല മേജർ കുടിവെള്ള പദ്ധതി കമ്മീഷൻ ചെയ്യാത്തതും ജനപ്രതിനിധിയുടെ വീഴ്ചയായിട്ടാണ് LDF ചൂണ്ടിക്കാട്ടുന്നത്. കാർഷിക മേഖലയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള മണ്ഡലമാണിത്. റബ്ബർ മേഖലയുടെ തകർച്ച തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചയാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ഭൂരിഭാഗം പഞ്ചായത്തുകളും UDFന്റെ ഭരണത്തിലായിരുന്നു. എന്നാൽ ഇക്കുറി 6 പഞ്ചായത്തുകളുടെ ഭരണം തിരികെ പിടിച്ച് LDF ശക്തി തെളിയിച്ചു. മണിമല, നെടുങ്കുന്നം, പള്ളിക്കത്തോട് എന്നീ 3 പഞ്ചായത്തുകൾ ഒഴികെ ബാക്കി 6ഇടത്തും LDFനാണ് ഭരണം. UDF ഭരിച്ചിരുന്ന വാഴൂർ ബ്ലോക്കിൽ നറുക്കെടുപ്പിലൂടെ ഇരു മുന്നണികളും ഭരണം പങ്കിടുന്നു. മണ്ഡലത്തിലെ 3 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളും UDFനായിരുന്നു വിജയം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം BJPക്ക് ഈ മണ്ഡലത്തിൽ 29,000 വോട്ടുകളാണുള്ളത്. എന്നാൽ കേരള കോൺഗ്രസിന്റെ പ്രതിനിധി UDF സ്ഥാനാർത്ഥിയെ മത്സരിക്കാനെത്തുന്ന ഈ കാഞ്ഞിരപ്പള്ളിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ BJPയുടെ വോട്ടുകൾ പലപ്പോഴും അപ്രത്യക്ഷമാകുന്ന സ്ഥിതിയുണ്ട്. എറണാകുളം ജില്ലയിലെ മന്ത്രിമണ്ഡലങ്ങളിലൊന്നാണ് കളമശ്ശേരി. മുസ്ലിം ലീഗിലെ VK ഇബ്രാഹിം കുഞ്ഞാണ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. പൊതുമരാമത്ത് മന്ത്രിയായ ഇബ്രാഹിം കുഞ്ഞ് ഇതിനു മുൻപ് വ്യവസായ മന്ത്രിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കളമശ്ശേരി മണ്ഡലത്തെ പൊതുവെ കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനം എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. VK ഇബ്രാഹിം കുഞ്ഞ് ഇക്കുറിയും കളമശ്ശേരിയിൽ നിന്ന് ജനവിധി തേടുകയാണ്.
നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ നടപ്പാക്കി കഴിഞ്ഞുവെന്നും ഇത് തനിക്ക് വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലുമാണ് ഇബ്രാഹിം കുഞ്ഞ്. ലീഗ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടെ ഇബ്രാഹിം കുഞ്ഞ് തന്റെ പ്രചാരണ പരിപാടികൾക്കും തുടക്കമിട്ട് കഴിഞ്ഞു. ഭൂരിഭാഗവും വ്യവസായ മേഖലകളിൽ നിന്നുള്ള തൊഴിലാളികളാണ് മണ്ഡലത്തിലുള്ളത്. ഫാക്ട്, HMT തുടങ്ങിയ വമ്പൻ പൊതുമേഖലാ സ്ഥാപനങ്ങളും അനവധിയായ മറ്റ് വ്യാവസായിക സംരംഭങ്ങളും നിറയുന്ന മണ്ഡലത്തിൽ അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ പ്രശ്നങ്ങളും സജീവ ചർച്ചയാണ്. വ്യവസായ ലോകത്തെ പ്രതിസന്ധി പരിഹരിക്കാൻ മന്ത്രി എന്ന നിലയിൽ ഇബ്രാഹിം കുഞ്ഞ് കാര്യക്ഷമമായി ഇടപെട്ടില്ല എന്ന പരാതി വ്യവസായ ലോകത്തിനുണ്ട്. ഇതിൽ പ്രധാനം ഫാക്ടിൻ്റെ പുനരധിവാസ പാക്കേജാണ്. കേന്ദ്ര സർക്കാർ കഴിഞ്ഞ കുറേ കാലമായി നടപ്പാക്കുന്നുവെന്ന് പറയുന്ന പാക്കേജിനായി UDF സർക്കാർ ഒരു സമ്മർദ്ദവും ചെലുത്തുന്നില്ല. സ്ഥലം MLA എന്ന നിലയിൽ ക്രിയാത്മകമായി ഇടപെടേണ്ടയാൾ കൂടിയാണ് ഇബ്രാഹിം കുഞ്ഞ്. എന്നാൽ ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ദയനീയമായിരുന്നുവെന്ന് തൊഴിലാളി യൂണിയനുകളും വിലയിരുത്തുന്നു. മണ്ഡലത്തിലെ വ്യവസായ രംഗത്തിൻ്റെ തളർച്ചയുടെ 5 വർഷങ്ങളായിരുന്നു കടന്നുപോയതെന്നാണ് തൊഴിലാളികളുടെ വിലയിരുത്തൽ. ജില്ലയിലെ സർക്കാർ മെഡിക്കൽ കോളേജ് ഉള്ളതും മണ്ഡലത്തിൽ തന്നെയാണ്. ഇതിനോട് ചേർന്നാണ് കൊച്ചി ക്യാൻസർ സെൻ്റർ പദ്ധതി പ്രഖ്യാപിച്ചത്. എന്നാൽ മെഡിക്കൽ കോളേജിൻ്റെ വികസനത്തിനോ ക്യാൻസർ സെൻ്റർ സ്ഥാപിക്കുന്നതിനോ MLA എന്ന നിലയിൽ ഒരു നടപടിയും ഇബ്രാഹിം കുഞ്ഞിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന ആക്ഷേപം ശക്തമാണ്. പൊതുമരാമത്ത് മന്ത്രിയായതിനാൽ റോഡ് നിർമ്മാണ രംഗത്ത് വിപ്ലവകരമായ പരീക്ഷണം നടത്തിയതും മന്ത്രി സ്വന്തം മണ്ഡലത്തിൽ തന്നെയാണ്. വൈറ്റ് ടോപ്പിംഗ് റോഡ് എന്ന പേരിൽ HMT കവല മുതൽ മെഡിക്കൽ കോളേജ് വരെ നീളുന്ന റോഡിന് പൊടിച്ചതാകട്ടെ കോടിക്കണക്കിന് രൂപയും. മന്ത്രി എന്ന നിലയിൽ താൻ മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പദ്ധതികളുടെ എണ്ണമെടുത്തുകൊണ്ട് തന്നെയാണ് VK ഇബ്രാഹിം കുഞ്ഞ് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഇതിനകം സജീവമായിരിക്കുന്നത്. എന്നാൽ ഈ പദ്ധതികളുടെയെല്ലാം പൊള്ളത്തരങ്ങൾ കൃത്യമായി വിശദീകരിച്ചു കൊടുക്കാൻ LDFന് കഴിയുന്നുണ്ട്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ 7 സീറ്റുകളിൽ മത്സരിക്കുമെന്ന് AIADMK. മലയോര തോട്ടം മേഖലകളിൽ ശക്തമായ കടന്നുകയറ്റം നടത്തുമെന്ന് AIADMK കേരള സംസ്ഥാന സെക്രട്ടറി AL പ്രദീപ് അറിയിച്ചു. ഓൾ ഇന്ത്യ അണ്ണാ DMK ഇപ്പോൾ 7 സീറ്റുകൾ മത്സരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ 3 സീറ്റ് ഇടുക്കി, 3 സീറ്റ് പാലക്കാട്, 1 സീറ്റ് ട്രിവാൻഡ്രം, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. തോട്ടം മേഖലയിൽ വൻ മുന്നേറ്റമാണ് ഞങ്ങൾ നടത്തിയിരിക്കുന്നത്. തൊഴിലാളികളിൽ ഒരു വൻ ഭൂരിപക്ഷം ആൾക്കാരും ഞങ്ങളോടൊപ്പമാണ് ഇപ്പോഴും. ഞങ്ങൾക്ക് അതുകൊണ്ടാണ് വളരെയധികം കോൺഫിഡൻ്റ് ആണ് ഞങ്ങൾക്ക് ആ മേഖലയിൽ ജയിക്കാൻ പറ്റും എന്നുള്ള ഞങ്ങൾ ഒരു വിജയം സുനിശ്ചിതമാണ്.